ഹായ് ഫ്രണ്ട്സ്, മോഡേൺ അലുമിനിയത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ പുതിയൊരു സൈറ്റിലേക്കാണ്. ഒരുപാട് പേര് വുഡ് ഫിനിഷ് കളറ് കിച്ചൺ കബോർഡിൻ്റെ കാര്യങ്ങളൊക്കെ കമൻറ്റിലൂടെ അതേപോലെ ഫോൺ വിളിച്ചൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വുഡ് ഫിനിഷ് കളറ് കിച്ചൺ കബോർഡിൻ്റെ വർക്കാണ്. ഫുൾ വർക്കുണ്ട്. ഒരു മീഡിയം ടൈപ്പ് കിച്ചണാണ്. അപ്പോൾ അതിൻ്റെ ഫുള്ള് സെറ്റിംഗാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നത് ആറന്മുള തന്നെയാണ്. ആറന്മുള പരമുട്ടമ്പടി കാഞ്ഞിരവേലിക്ക് പോകുന്ന വഴിയാണ്. പേരപ്പൂരം എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീടാണ്. സഞ്ജു എന്നാണ് ആളുടെ പേര്. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞ പ്രകാരം ഞങ്ങൾ പോയി അളവെടുത്ത് അപ്പം അതിൻ്റെ വർക്കാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ഇതാണ് ഞങ്ങളുടെ ഷോപ്പ്, മോഡേൺ അലുമിനിയം ആറന്മുള. നമ്മൾ പത്തനംതിട്ട ജില്ലയിലാണ് നമ്മുടെ ഈ സ്ഥാപനം ഉള്ളത്. ഒരുപാട് പേര് കേരളത്തിൻ്റെ എല്ലാ സൈഡിൽ നിന്നും നമ്മളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പത്തനംതിട്ടയാണ് ഞങ്ങളുടെ സ്ഥലം. അപ്പോൾ ഈ കോവിഡിൻ്റെ കാരണം കൊണ്ട് ഞങ്ങൾ ഏകദേശം ഒരു 50 കിലോമീറ്ററിനകത്തുള്ള സൈറ്റുകളിലാണ് ഞങ്ങളിപ്പോൾ ചെയ്തു കൊടുക്കുന്നത്. കോവിഡ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കിയുള്ള എല്ലാവരുടെയും വീടുകളിൽ ഞങ്ങൾക്ക് വരണമെന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കൊന്നും പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ സൈറ്റിലോട്ട് പോവാണ്. ഇത് ഞങ്ങളുടെ നാട്ടിൻപുറമാണ്. അപ്പോൾ അതിൽ നമുക്ക് നമ്മുടെ സൈറ്റിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ കൂട്ടുകാരൻ്റെ വീട്, സഞ്ജുവിൻ്റെ. അപ്പോൾ ഇവിടെ ഞങ്ങൾ നേരത്തെ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. 5 വർഷം മുന്നേ നേരത്തെ ഒരു വാർഡ്രോബൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ കുറച്ച് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ കിച്ചണാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് കിച്ചൺ ഒന്ന് കണ്ടു നോക്കാം. ഒരു ചെറിയ കിച്ചണാണ്. എന്നാൽ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളോടും കൂടിയായിട്ടാണ് നമ്മൾ ആ വർക്ക് ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ കിച്ചൺ. യു ഷേപ്പിലാണ് നമ്മുടെ കിച്ചൻ്റെ സ്ലാബ് അടിച്ചേക്കുന്നത്. പിന്നെ ടോപ്പ് സൈഡിൽ എൽ ഷേപ്പിൽ നമ്മളൊരു ബോക്സും ഓപ്പോസിറ്റ് സൈഡിലൊരു ചെറിയ ബോക്സും ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ ഞങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞങ്ങൾ തമ്പിലൈനിൽ പറഞ്ഞത്. കുറച്ച് റിസ്ക് ആയിരുന്നു ഇവിടുത്തെ പണി. ഏകദേശം നല്ല ടൈം എടുത്തു നമുക്ക് ഇവിടുത്തെ വർക്ക് തീർക്കാൻ. അപ്പോൾ അത് നമ്മൾ വീട് പണിയുമ്പോൾ പറ്റുന്ന ചില അബദ്ധങ്ങൾ കാരണമാണ് നമുക്ക് ശരിക്കും ഞങ്ങൾ കബോർഡ് ചെയ്യുമ്പോഴാണ് ആ പ്രശ്നങ്ങൾ വരുന്നത്. ആദ്യം നമുക്ക് നോർമലി ഇങ്ങനെ കാണുമ്പോൾ പ്രശ്നങ്ങളൊന്നും കാണില്ല. നമ്മൾ ഇതേപോലെയുള്ള കബോർഡ് വർക്കുകൾ ചെയ്യുമ്പോൾ ഇതേപോലെ പ്രശ്നങ്ങൾ വരും. പിന്നെ ഞങ്ങൾക്ക് ചെറിയൊരു അബദ്ധം പറ്റി. ഇപ്പോൾ ഇവിടെ നമ്മൾ അബദ്ധമല്ല, നമ്മളിത് അഴിക്കാവുന്ന രീതിയിൽ തന്നെയാണ് ചെയ്ത് വെച്ചിരുന്നത്. നമുക്കിത് ഈ ഫുൾ ബോക്സ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കയറ്റി നമ്മൾ ഫുൾ ആദ്യം സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അവിടുന്ന് സെറ്റ് ചെയ്ത് കൊണ്ടുവന്ന് പെട്ടെന്ന് വർക്ക് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഫുള്ളായിട്ട് നമുക്ക് ചെയ്ത് അത് തീർക്കാൻ കഴിഞ്ഞില്ല. അത് റൂമിലോട്ട് ഫുള്ള് കയറ്റി നമുക്ക് സെറ്റ് ചെയ്യാൻ എൽ ഷേപ്പ് ആയതുകൊണ്ട്, അതുമല്ല വേറെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഇപ്പം ഭിത്തിയുടെ ഷേപ്പിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. ഞങ്ങളത് ജസ്റ്റ് ആദ്യം റൂമിലോട്ട് കിച്ചണിലോട്ടൊന്ന് കയറ്റാൻ ശ്രമിച്ചു. അപ്പം അത് തന്നെ ആദ്യത്തെ പണിയായിരുന്നു. അത് ഞങ്ങൾ കയറുമെന്ന് വിചാരിച്ചാണ് അത് ശരിക്കും ചെയ്തത്. അപ്പം എൽ ഷേപ്പിൻ്റെ അവിടെ
ഒരു കർവ് പോലെ ഞങ്ങൾ ചെയ്തായിരുന്നു. അപ്പോൾ അത് കാരണം അത് അകത്തോട്ട് കയറാൻ പറ്റില്ല. അങ്ങനെ ആദ്യത്തെ പണി ഞങ്ങൾക്ക് അവിടെ കിട്ടി. പിന്നെ ഞങ്ങൾ ജസ്റ്റ് താഴത്തെ ഫ്രെയിം സെറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കി. മറ്റേ ഫ്രെയിം നമ്മൾ എൽ ഷേപ്പുള്ള ഫ്രെയിം ബോക്സ് അഴിച്ചിട്ട് 2 പാർട്ടായിട്ട് കയറ്റാൻ വേണ്ടി അത് അഴിച്ചു. അപ്പോൾ അപ്പോഴത്തേക്ക് ഞങ്ങളിത് സെറ്റ് ചെയ്യാനുള്ള പരിപാടി തുടങ്ങി. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് ചെറിയ പ്രോബ്ലംസ് ഒക്കെ വന്നു. കാരണം ഇതിൻ്റെ നമ്മൾ എല്ലാവർക്കും പറ്റുന്നൊരബദ്ധമാണ്, കിച്ചൺ ചെയ്യുമ്പോൾ കറക്റ്റ് ലെവലും വാട്ടർ ലെവലും ഒക്കെ നോക്കി ചെയ്തില്ലെങ്കിൽ ഫ്രെയിമൊക്കെ പിടിപ്പിക്കുമ്പം നമുക്ക് കറക്റ്റ് ലെവലിൽ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇതിൻ്റെ അടിയിലെ പോർഷൻ വന്നേക്കുന്നത് 2 സൈഡിലും 2 അളവിലാണ് വന്നേക്കുന്നത്. ഏകദേശം 1.5 ഇഞ്ച് വ്യത്യാസത്തിലായപ്പോൾ ഫ്രെയിം ശരിക്കും ഞങ്ങൾ അളവെടുത്തപ്പോഴൊക്കെ കറക്റ്റ് നമുക്ക് അളവൊക്കെ ഈക്വലായിട്ട് കിട്ടി. പക്ഷേ ഫ്രെയിം സെറ്റ് ചെയ്ത് വെക്കാൻ നേരത്ത് അകത്തെ ഈ സൈഡിലാണ് ഒരു 1.5 ഇഞ്ച് അകത്തോട്ടും ഓപ്പോസിറ്റ് സൈഡിൽ 1.5 ഇഞ്ച് വെളിയിലോട്ടുമാണ് അടിയിലെ ആ ചെറിയൊരു തട്ട് പോലെ വന്ന ഭാഗം വന്നേക്കുന്നത്. അപ്പോൾ ഈ സൈഡ് കൊണ്ട് വെളിയിലോട്ടുമായി, ഓപ്പോസിറ്റ് സൈഡ് അകത്തോട്ടും കയറി. അകത്തോട്ടെന്ന് പറഞ്ഞാൽ ഫുള്ളും അല്ല, വെളി സൈഡിലും. അത് ഞങ്ങൾ ഏകദേശം സെറ്റ് ചെയ്ത് വെച്ചു. പിന്നീട് ഞങ്ങൾ നേരത്തെ കൊണ്ട് കയറ്റിയ ആ ബോക്സ് മൂല ഈ ജോയിൻ്റ് വന്ന ഭാഗം അഴിച്ചിട്ട് ആ ഒരു പോർഷൻ ഞങ്ങൾ എടുത്ത് കയറ്റാനുള്ള ശ്രമത്തിലായിരുന്നു. അപ്പോൾ അത് ഫുള്ള് ഞങ്ങൾ ഷീറ്റൊക്കെ അഴിച്ചിട്ടാണ് ചെയ്യാൻ നോക്കിയത്. അങ്ങനെ വെച്ചിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഷീറ്റ് അതിൽ വെച്ച് അടിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ ഞങ്ങളത് തിരിച്ച് വെച്ച് ഷീറ്റൊക്കെ സെറ്റ് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം ഞങ്ങൾ പിന്നെ സെറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതേപോലുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഭിത്തി ചെയ്തേക്കുന്ന ഇതൊക്കെ ലെവലാണോ, വാട്ടർ ലെവലാണോ, അതേപോലെ റൈറ്റ് ആംഗിൾ ആണോ എന്ന് നോക്കണം. കാരണം ഈ ശരിക്കും ഈ ഭിത്തിയിൽ ബാക്ക് സൈഡിൽ കറക്റ്റ് അളവാണ്, ഫ്രണ്ട് സൈഡിലും അളവാണ്. പക്ഷേ ഇത് റൈറ്റ് ആംഗിൾ അല്ല ഈ ഭിത്തി വന്നേക്കുന്നത്. അതായത് വർക്ക് ചെയ്തപ്പോൾ അവർ കോണിപ്പ് നോക്കാതെ ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് കബോർഡ് ഞങ്ങൾ സെറ്റ് ചെയ്തപ്പം കറക്റ്റ് ആംഗിൾ വന്നപ്പം സെറ്റാവുന്നില്ല. പിന്നെ അത് അഴിച്ച് രണ്ടാമത് ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. ശരിക്കും ഒരു ദിവസം തീരേണ്ട വർക്ക് ഏകദേശം 3 ദിവസം 4 ദിവസം എടുത്തു ഞങ്ങൾക്ക് ഇവിടുത്തെ വർക്ക് തീർക്കാൻ. ആ വീട്ടുകാരുടെ കുഴപ്പമല്ല, ഇത് പണിത ആൾക്കാരുടെ പ്രശ്നമാണ്. അവർ അളവും കാര്യങ്ങളൊന്നും നോക്കാതാണ് ഇതിൻ്റെ സ്ലാബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത്. അങ്ങനെ ആയപ്പോൾ ഞങ്ങൾക്ക് പിന്നെ ഇവിടെ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു ഈ വർക്ക് തീർക്കാൻ. നല്ലൊരു അവൻ എൻ്റെ കൂട്ടുകാരനായതുകൊണ്ട് നല്ല രീതിയിൽ നല്ല മോഡലിലൊക്കെയാണ് ഞങ്ങൾ, കൂട്ടുകാരനായതുകൊണ്ടല്ല, മൊത്തത്തിലെല്ലാ വർക്കും നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ആ ഷീറ്റൊക്കെ അടിച്ചിട്ട് രണ്ടാമത് എടുത്ത് വീണ്ടും സെറ്റ് ചെയ്തു. ഇപ്പോൾ ഒരു 3-4 പ്രാവശ്യം ഞങ്ങൾ ഇറക്കുകയും കയറ്റുകയൊക്കെ ചെയ്തിട്ടാണ് സംഭവം സെറ്റായത്. അതേപോലെ ടൈലിൻ്റെ ഒട്ടിച്ചേക്കുന്നതൊന്നും ലെവലല്ലായിരുന്നു, ഫുള്ള് കട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞങ്ങൾ ഒരു സൈഡ് കറക്റ്റ് രീതിയിൽ സെറ്റാക്കി ഉറപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഓപ്പോസിറ്റോട്ട് സൈഡിലോട്ട് വരുന്ന ഭാഗത്തും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. കാരണം റൈറ്റ് ആംഗിൾ എന്ന് പറഞ്ഞാൽ എൽ ഷേപ്പ് കറക്റ്റായിട്ടല്ല ചെയ്തത്. അങ്ങനെ ഒരു പണിയും കിട്ടി. അപ്പോൾ ആ സെറ്റിങ് ഏകദേശം കയറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത 6ാമത്തെ പണിയായിട്ടുള്ള ബോക്സ് ഞങ്ങൾ എടുത്ത് എൽ ഷേപ്പിൻ്റെ ബാക്കി ഭാഗം എടുത്ത് അതും 3-4 പ്രാവശ്യം ഞങ്ങൾ ഇറക്കി കയറ്റുകയൊക്കെ ചെയ്തിട്ടാണ് അത് ഒരുവിധം സെറ്റായത്. എന്നിട്ട് ഞങ്ങൾ മാക്സിമം നല്ല വൃത്തിയായിട്ടാണ് അത് ഫിനിഷ് ചെയ്തത്. കാരണം ഞങ്ങൾ ആ പ്രോബ്ലംസൊക്കെ തീർത്ത് കറക്റ്റ് ജോയിൻ്റ് ആക്കി തന്നെ ഞങ്ങൾ ആ വർക്ക് ചെയ്ത് തീർത്തു. ഒരുപാട് ടൈം എടുത്തു ഈ വർക്ക് തീരാൻ. അപ്പോൾ നമ്മൾ വീട് പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ താഴത്തെ സ്ലാബ് അടിക്കുമ്പോഴും ടോപ്പ് സൈഡൊക്കെ ചെയ്യുമ്പോഴും കറക്റ്റ് ആയിട്ട് ആൾക്കാരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. നമ്മൾ അല്പലാഭത്തിന് വേണ്ടി കുറഞ്ഞ ഇത് ചെയ്യാൻ പോകുമ്പോഴാണ് ഇതേപോലുള്ള അബദ്ധങ്ങൾ പറ്റുന്നത്. നമുക്ക് കറക്റ്റായിട്ട് കബോർഡുകളൊന്നും പിടിപ്പിക്കാൻ പറ്റത്തില്ല.
അപ്പം താഴത്തെ പോർഷനിലൊക്കെ നമ്മൾ കറക്റ്റ് എല്ലാ സൈഡും ഒരേ അളവിലൊക്കെ ചെയ്താലേ നമുക്ക് ഫ്രെയിമൊക്കെ സെറ്റ് ചെയ്യുമ്പം കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ ഫ്രണ്ട് സൈഡിൽ നമുക്ക് ഇതേപോലെ ഇപ്പോൾ എല്ലാ വർക്കിനും ഫ്രണ്ട് സൈഡിൽ കൂടെയാണ് നമ്മൾ കബോർഡിൻ്റെ ഇപ്പോൾ ബോട്ടം സൈഡിൽ വരുന്നത്. അപ്പം ടോപ്പ് സൈഡിലെ ഗ്രാനൈറ്റൊക്കെ ഒരു 2.5 ഇഞ്ചൊക്കെ ഓവർലാപ്പ് ചെയ്തിടുവാണെങ്കിൽ നമുക്ക് കബോർഡ് വന്നു കഴിഞ്ഞിട്ട് കറക്റ്റ് സൈസിൽ അതിൻ്റെ അകത്ത് നിൽക്കും. അപ്പോൾ നമുക്ക് ആ എൽ ഷേപ്പിലുള്ള ആ ബോക്സും ഏകദേശം സെറ്റാക്കി ഉറപ്പിച്ച് ഞങ്ങൾ. അപ്പോൾ ഇത് ഒരുപാട് പണിയെടുത്തു ഞങ്ങൾക്ക് ഇതൊന്ന് സെറ്റ് ചെയ്യാൻ. ഒരുപാട് ടൈം എടുത്താണ് നമ്മൾ ഇത് ചെയ്തത്. ഒരു ദിവസം തന്നെ ഞങ്ങൾ ഈ ഒരു ബോക്സ് ഫിറ്റ് ചെയ്യാനെടുത്തു. സാധാരണ നമ്മൾ നോർമലി ഒരു സൈറ്റിലൊക്കെ പോയാൽ ഫുള്ള് ഒരു ദിവസം കൊണ്ടൊക്കെ നമ്മൾ തീർക്കുന്നത്. ഇത് ഒരു ദിവസം നമുക്ക് ആ ഒരു ബോക്സ് ഫിറ്റ് ചെയ്യാൻ തന്നെ വേണ്ടി വന്നു. മേളത്തെയും കൂട്ടത്തിൽ തന്നെ ടോപ്പിലെയും ബോട്ടത്തിലെയും ഫ്രെയിമും ഞങ്ങൾ സെറ്റ് ചെയ്ത് ഉറപ്പിച്ചു. എല്ലാ സൈഡിലും സ്ക്രൂ ഒക്കെ ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം ബാക്കി ബോട്ടം സൈഡിലെ ഫ്രെയിമിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഏകദേശം ഫുള്ള് സെറ്റാക്കി ഞങ്ങൾ. അത് ഒരു പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ ഞങ്ങൾ ഉറപ്പിച്ച ഈ എൽ ഷേപ്പിൽ വരുന്ന ഭാഗത്താണ് നമുക്ക് ആ ഒരു പ്രോബ്ലം വന്നത്. അതൊക്കെ ക്ലിയർ ചെയ്തു ഞങ്ങൾ ഉറപ്പിച്ചു. ഇനി ബാക്കിയുള്ള വർക്കുകളൊക്കെ നമുക്ക് കണ്ട് മനസ്സിലാക്കാം. അപ്പോൾ അടുത്ത ദിവസമാണ് ഞങ്ങൾക്ക് ഡ്രോയേഴ്സൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയത്. അടുത്ത ദിവസം അത് എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേറൊരു ബോക്സ് കൂടെ ഓപ്പോസിറ്റ് സൈഡിലുണ്ടായിരുന്നു. അതപ്പോൾ ഞങ്ങൾ ചെയ്തില്ല. അത് നേരത്തെ അളവെടുത്തപ്പോൾ അത് അളവെടുത്തില്ലായിരുന്നു, ചെയ്യാൻ പറഞ്ഞില്ല. അപ്പോൾ അതുകൊണ്ട് അതും ഇപ്പോൾ ഇത് ഈ കൂട്ടത്തിൽ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബോക്സിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് ഡേ ആണ് ഏകദേശം ഫ്രെയിം വർക്കെല്ലാം കഴിഞ്ഞ് ഡോറ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയത്. ഇന്ന് ഞങ്ങൾ ഇതിൻ്റെ ഡ്രോയറും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഡ്രോയറൊക്കെ സെറ്റ് ചെയ്യുന്ന വീഡിയോ ഓൾറെഡി ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നേരത്തെ. അപ്പോൾ അതൊക്കെ കാണാത്തവർ കാണാൻ ശ്രമിക്കുക. വേറെ ഒരുപാട് ടൈപ്പ് മോഡൽസ്, വാർഡ്രോബ്, കിച്ചൺ കബോർഡ് എല്ലാം ഞങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത് കാണുന്ന ബെൽ ബട്ടണും കൂടെ എനേബിൾ ചെയ്താൽ ഞങ്ങൾ ചെയ്യുന്ന പുതിയ പുതിയ വർക്കുകളും അതേപോലെ തന്നെ പുതിയ പുതിയ സൈറ്റുകളുടെ വിശേഷങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം വൈൻഡപ്പ് ചെയ്യാൻ സമയമായി. ഇതാണ് ഞങ്ങൾ ചെയ്യുന്ന ഇതിൻ്റെ റിബറ്റ്. അപ്പോൾ ഇതിൻ്റെ റിബറ്റിനെ പറ്റി ഞങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അത് ഞങ്ങളൊരു വീഡിയോയിൽ പ്രത്യേകമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പം ആ വീഡിയോ ഒക്കെ കാണാൻ ശ്രമിക്കുക. അപ്പം ഇന്ന് ഞങ്ങളതിൻ്റെ ഡ്രോയർ സെറ്റിംഗ് ആണ്, അതൊന്നും ഫുള്ളായിട്ട് കാണിക്കുന്നില്ല. നെക്സ്റ്റ് ഡേ ബാക്കി ഒരു ബോക്സ് കൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അതിൻ്റെ ഫ്രെയിം വർക്ക് കഴിയും. ഇതാണ് ആ ബോക്സ്. അപ്പം ഇത് 3-ാം ദിവസമാണ്. അന്ന് ഞങ്ങൾ ഈ ബോക്സും സെറ്റ് ചെയ്തിട്ട് ഫുള്ള് ഫ്രെയിമും സെറ്റ് ചെയ്ത് ഡോറൊക്കെ തൂക്കിയിട്ടാണ് ഞങ്ങൾ പോയത്. 4-ാം ദിവസമാണ് ഏകദേശം ഇത് കംപ്ലീറ്റ് ആയത്. അപ്പം അതിൻ്റെ വീഡിയോ അടുത്തതായിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഡോർ സെറ്റിങ്, ബാക്കി ഫുള്ള് ഫിനിഷിംഗ് വർക്ക്. അപ്പോൾ എല്ലാവരും ആ വീഡിയോയും കാണാൻ ശ്രമിക്കുക. ഈ ബോക്സ് ആണെങ്കിലും നമ്മൾ സെറ്റ് ചെയ്യുമ്പം ആ ഭിത്തി കറക്റ്റ് ലെവലൊന്നുമല്ല, കറക്റ്റ് ബാക്ക് സൈഡൊന്നും കറക്റ്റ് ലെവലിൽ എല്ലാ സൈഡിലും ഉറച്ചിരിക്കുന്നില്ല. പിന്നെ ഞങ്ങൾ പാക്കിങ് കൊടുത്തിട്ടാണത് സെറ്റാക്കിയത്. അപ്പം ദയവ് ചെയ്ത് എല്ലാവരും ചെയ്യുമ്പോൾ നല്ല നീറ്റായിട്ട് കിച്ചൻ്റെ വർക്കുകൾ ചെയ്യുക. അപ്പം ഇതുകൂടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് ഫ്രെയിമിൻ്റെ സെറ്റിങ്
കഴിഞ്ഞു. വുഡൻ കളറിൽ നമ്മൾ ആദ്യത്തെ വീഡിയോ ആണ്, നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ മേക്കിംഗ് വീഡിയോ ആയിട്ട് ഫസ്റ്റ് ടൈമാണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫുള്ള് ഡോറൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അടുത്ത വീഡിയോ ഉറപ്പായിട്ടും എല്ലാവരും കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ തുടർന്നും ഒരുപാട് വീഡിയോസ് ഇനി വരാൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ലൈക്ക് അടിക്കുക, അടുത്തുള്ള ആൾക്കാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഇതൊക്കെയാണ് നമ്മൾ ചെയ്തപ്പോൾ ഉള്ള വാട്ടർ ലെവൽ തൂക്കൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഫ്രെയിം ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് വെളിയിലോട്ട് നിൽക്കുന്നത്. അതിപ്പോൾ ഞങ്ങൾ സൈഡ് ഫിക്സൊക്കെ കൊടുത്ത് ലെവലാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫുള്ള് ഫിനിഷ് ചെയ്തിട്ട് ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു രീതിയിലും നേരത്തെ ചെയ്ത ആ ഒരു പ്രശ്നത്തെ എല്ലാം മാറ്റിക്കൊണ്ട് ഞങ്ങളതെല്ലാം ഫിനിഷ് ചെയ്ത് നല്ല രീതിയിൽ ഒരു രീതിയിലും പ്രശ്നമില്ലാത്ത രീതിയിൽ ഞങ്ങൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരെ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. ഞങ്ങളുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ വീഡിയോയുടെ ആദ്യം തന്നെ കൊടുക്കുന്നുണ്ട്. അതുപോലൊക്കെ കണ്ട് വിളിച്ച് ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളോട് ചോദിച്ചാൽ നമ്മളെല്ലാം പറഞ്ഞു തരും. ഇത് ആ സൈഡ് കർവൊക്കെ ഡിസൈൻ അടിച്ച് നമ്മൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ജോയിൻ്റ് വരുന്ന ഭാഗത്തൊരു സെപ്പറേറ്റ് ഡോറാക്കി നമ്മൾ ചെയ്തിട്ടുണ്ട്. സാധാരണ എൽ ഷേപ്പിലാണ് ചെയ്യുന്നത്, ടോപ്പ് സൈഡിലും ഉണ്ട്. അപ്പം ഇതിൻ്റെ സെറ്റിങ് ഏകദേശം കംപ്ലീറ്റ് ആയ ഡ്രോവറും സെറ്റ് ചെയ്ത്. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ബൈ.